ജെസൽ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കായലുകളിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്യുന്നതിനായി പുത്തൻ സാങ്കേതിക വിദ്യയുമായി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. കായലുകളിലും പുഴകളിലും കനാലുകളിലും അടിഞ്ഞുകൂടിയിട്ടുള്ള പ്ലാസ്റ്റിക്കുകളും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതിനായി പുത്തൻ സാങ്കേതിക വിദ്യയുമായി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥികൾ. സോളാറിൽ പ്രവർത്തിക്കുന്ന ബോട്ടാണ് വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ജലാശയങ്ങളിലേക്ക് ബോട്ട് ഇറക്കിയാൽ ബോട്ട് സ്വയം തന്നെ മാലിന്യങ്ങൾ ശേഖരിക്കും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ബോട്ടിലുകൾ, പായലുകൾ തുടങ്ങിയവ ബോട്ട് സ്വയം ശേഖരിക്കും. ഇവയെല്ലാം ബോട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും. എന്തെല്ലാം മാലിന്യങ്ങളാണ് ശേഖരിക്കുന്നതെന്ന ലിസ്റ്റും മൊബൈലിൽ ലഭ്യമാകും. കൂടാതെ ജലാശയത്തിലെ വെള്ളത്തിന്റെ ഗുണനിലവാരം മനസ്സിലാക്കാനും വെള്ളം ഏതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നും വിദ്യാർത്ഥികൾ വികസിപ്പിച്ച ഈ ബോട്ടിനാവും. റിമോട്ട് ഉപയോഗിച്ച് നിയന്ത്രിക്കാനാവുന്നതാണ് ബോട്ട്. മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് കനാലിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യാനിറങ്ങിയ തൊഴിലാളി മരിച്ചിരുന്നു. ഇതിന് എങ്ങനെ പരിഹാരം കാണാമെന്ന ചിന്തയിലാണ് വിദ്യാർത്ഥികൾ സോളാർ ബോട്ട് വികസിപ്പിച്ചത്. ബിടെക് ഇലക്ട്രോണിക്സ് അവസാന വർഷ വിദ്യാർത്ഥികളായ അസ്ലഹ ഫർഹ, അസ്ഫാൻ MM, ബിൻസിൽ ജോൺ, ഡെനീറ്റ ഡേവിസ് എന്നീ വിദ്യാർത്ഥികളാണ് ഉപകരണം നിർമ്മിച്ചത്. അസിസ്റ്റന്റ് പ്രൊഫസർ മനീഷ് PM വിദ്യാർത്ഥികൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി. വിവിധ പ്രൊജക്ട് എക്സ്പോയിൽ ഈ കണ്ടുപിടുത്തത്തിന് പുരസ്കാരങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കാലടി.